എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി കഴിക്കാം. ദോശത്തവ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ദോശമാവ് കോരി ഒഴിച്ച് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ സവാള, ക്യാരറ്റ്, മല്ലിയില എല്ലാം അരിഞ്ഞിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. പച്ചക്കറി കൂട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ രാവിലെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു വശം മുരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വശം ഇട്ട് കൊടുക്കാം. ദോശയുടെ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്, മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ദോശയുടെ രണ്ട് ഭാഗവും മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ദോശയെല്ലാം ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഈ സമയത്ത് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മുടെ ദോശയുടെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ദോശയും മൊരിച്ച് ചുട്ടെടുക്കാം. ദോശ നമുക്ക് എത്ര തരത്തിലുണ്ടാക്കി എടുക്കാമെന്നറിയാമോ? കുട്ടികളുള്ള വീട്ടിൽ ഇങ്ങനെ കുട്ടി ദോശ ഉണ്ടാക്കി എടുക്കാം. ഞാൻ ഈ ദോശ തവയിൽ ഇങ്ങനെയും ഉണ്ടാക്കി. അപ്പോൾ കുട്ടികൾക്കൊരു ആനന്ദമായിരിക്കും. ഇങ്ങനെ കുട്ടി ദോശ സ്റ്റൈലിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഏത് കുട്ടികളും കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. മൊരിഞ്ഞ ദോശ, പച്ചക്കറിയും നെയ്യും ഒക്കെ ചേർത്ത് മൊരിച്ചെടുത്ത ദോശയാണ്. അതിന് കൂട്ടാൻ സാമ്പാർ. അപ്പോൾ ദോശയും സാമ്പാറും റെഡി. കുട്ടികൾക്ക് വേണ്ടി ഞാൻ കുട്ടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ട്. അത് കുട്ടികൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എങ്കിലും ഞാൻ പറയാണ്, കുട്ടികൾക്ക് എരിവും പുളിയൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെറൈറ്റി ദോശകൾ ഉണ്ടാക്കി കഴിക്കണം.